അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈബിളിലെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യമാണ് സുഹൃത്തിന്റെ ചോദ്യം. ഞാനും പിതാവും ഒന്നാകുന്നു. ഇത് ബൈബിൾ അനുസരിച്ച് ഒരു ത്രിത്വത്തിന് തെളിവാവില്ലേ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ശരിക്ക് ഈ വചനത്തിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങൾ പരിശോധിച്ചാൽ എന്റെ ആടിൻപറ്റത്തെ ആർക്കും കീഴടക്കാനാവില്ല, അവരാർക്കും തട്ടിക്കൊണ്ടുപോകാനാവില്ല. കാരണം അവരെ നൽകിയത് എന്റെ പിതാവാണ്. ആ പിതാവ് എല്ലാവരെക്കാളും ശക്തനാണ്. ആ പിതാവും ഞാനും വലിയ ബന്ധത്തിലാകയാൽ അവരെ ആർക്കും പിടികൂടാനാവില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് ഞാനും പിതാവും ഒന്നാണ്, ഞാനും ഇദ്ദേഹവും ഒന്നാണ്, നമ്മൾ രണ്ടാളും ഒന്നാണ് എന്നൊക്കെ പറയുന്ന, ഞങ്ങൾ രണ്ടാളും ഒരേ ആദർശത്തിൽ ഒരേ ആശയത്തിൽ നിൽക്കുന്ന ആളുകളാണ് എന്ന് മാത്രമാണ് ഇതിന്റെ സൂചന. യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായത്തിന്റെ 11-ാം വചനത്തിൽ പിതാവേ നീയും ഞാനും ഒന്നായതുപോലെ ഇവരും നമ്മിൽ ഒന്നാവുന്നതിന് വേണ്ടി നിന്നോട് ഞാൻ തേടുന്നു. യേശുവിന്റെ മറ്റൊരു വാക്യം യോഹന്നാന്റെ ഇതേ സുവിശേഷത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, പിതാവേ നീയും ഞാനും ഒന്നായതുപോലെ അവർ നമ്മിലും ഒന്നാവേണ്ടതിന് തന്നെ ഞാൻ നിന്നോട് തേടുന്നു. എന്താണ് അർത്ഥം? ഞാനും നീയും ഒന്നായ പോലെ ഇവരും കൂടെ നമ്മിൽ ചേർന്നിട്ട് ഒരു വലിയ ദൈവികത്വം, ഒരു ബഹുത്വം ഉണ്ടാവണമാണെന്നാണോ യേശു ഉദ്ദേശിച്ചത്? അല്ല, ഞാനും നീയും ഒരേ ആദർശത്തിലാണ്. അതേ ആദർശത്തിലേക്ക് ഈ പുരുഷാരവും കടന്നു വരേണ്ടതിന് വേണ്ടി നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതേ പ്രയോഗമാണ് ബൈബിളിന്റെ യോഹന്നാന്റെ 10-ാം അധ്യായത്തിലെ 30-ാം വാക്യത്തിലും ഞാനും പിതാവും ഒന്നാണ് എന്ന യേശുക്രിസ്തുവിന്റെ വാക്യത്തിലുള്ളത്. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു പ്രവാചകന്റെ ഒരു പ്രവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ സമൂഹത്തിന്റെ രക്ഷയ്ക്കായി ജനിക്കുന്നവൻ ഗർഭിണി പ്രസവിച്ച് ഒരു കന്യക പ്രസവിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ആ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം കാണാം. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് സംഘാടകർക്ക് ഈ എമ്മാനുവേൽ പ്രവചനത്തെ കുറിച്ച് പറയാനുള്ളത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വചനത്തിലാണ് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും എന്ന പരാമർശമുള്ളത്. വാസ്തവത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വചനത്തിൽ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യെശയ്യാവിന്റെ പ്രവചനം പുലർന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് കാണാം. ഇവിടെ ചെറിയൊരു വാചക കസർത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, യേശുക്രിസ്തുവിനെ അദ്ദേഹം ജനിച്ച് ഭൗമിക നിയോഗത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് വരെ ഒരിക്കൽ പോലും ഒരാൾ പോലും ഇമ്മാനുവേൽ എന്ന പേരിൽ വിളിച്ചിട്ടില്ല. ഒരാൾ പോലും അദ്ദേഹത്തെ ഇമ്മാനുവേൽ എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. എന്നിരിക്കെ പിന്നെ എങ്ങനെ ഇദ്ദേഹം ഇമ്മാനുവേൽ ആകും എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. രണ്ടാമത്തേത്, മലയാളവും ഇംഗ്ലീഷും അറബിയും ഉൾപ്പെടെയുള്ള മുഴുവൻ പരിഭാഷകളിലും കന്യക പ്രസവിക്കും എന്നാണ് ചേർത്തിട്ടുള്ളത്. ഹീബ്രു ഭാഷയിൽ കന്യകയ്ക്ക് പറയേണ്ടത് ബത്തൂല എന്നാണ്. ഹീബ്രു ഭാഷയുടെ സഹോദര ഭാഷയായ അറബിയിലെ ബത്തൂലിന് തുല്യമായ ബത്തൂല എന്നാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ യെശയ്യാവ് ഉപയോഗിച്ചത് അൽമ എന്ന പദമാണ്. അൽമ എന്ന പദത്തിന് യുവതി എന്ന് മാത്രമാണ് അർത്ഥം. വിവാഹപ്രായം എത്തിയിട്ടുള്ള യുവതി, കന്യകയാവാം ആവാതിരിക്കാം, വിവാഹപ്രായമെത്തിയ യുവതിയെയാണ് അൽമ എന്ന പദം കുറിക്കുന്നത്. അപ്പോൾ യുവതി പ്രസവിക്കും എന്നേ യെശയ്യാവിന്റെ പ്രവചനത്തിലുള്ളൂ. മത്തായി അത് കോട്ട് ചെയ്തപ്പോൾ അത് കന്യക പ്രസവിക്കും എന്ന് തിരുത്തിയത് ദൈവം ജനിച്ചിരിക്കുന്നു എന്ന് ജൂതന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ജൂതവേദത്തെ ദുരുപയോഗം ചെയ്തതാണ്.
ആധുനിക വേദപണ്ഡിതന്മാർ തന്നെ ഇത് സവിസ്തരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ യെശയ്യാവ് പ്രഖ്യാപിച്ച ഇമ്മാനുവേൽ എവിടെ പോയി? എമ്മാനുവേൽ എന്നല്ല, ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എവിടെ പോയി? അത് യെശയ്യാവിന്റെ തന്നെ പുസ്തകത്തിൽ 8-ാം അധ്യായം, തൊട്ടടുത്ത അധ്യായത്തിൽ ഇമ്മാനുവേൽ ജനിച്ചതും അദ്ദേഹം വഴി വിജയം ലഭിച്ചതും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അത് വായിക്കാവുന്നതാണ്. അതുപോലെ യോഹന്നാൻ സുവിശേഷത്തില് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന ഒരു വാക്ക് ബൈബിൾ കാണാമല്ലോ. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് ക്രിസ്ത്യ സുഹൃത്തുക്കൾ പറയുന്നു. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? വിശുദ്ധ ഖുർആനിൽ ഒന്നരായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കലിമത്തുല്ലാഹ് എന്ന് പറഞ്ഞു കാണാം. ബൈബിളിൽ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞു കാണാം. ഇത് യേശുവിന്റെ ദൈവികതയ്ക്ക് തെളിവായി പലപ്പോഴും ഖുർആൻ പോലും ദുരുപയോഗം ചെയ്യുന്ന ക്രൈസ്തവ മിഷണറിമാർ ഉദ്ധരിക്കാറുള്ളതാണ്. ഉപോത്ബലകമായാണ് അവർ യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ഉദ്ധരിക്കുന്നത്. ഏറ്റവും സവിശേഷമായ ഒരു പോയിന്റ്, യോഹന്നാന്റെ സുവിശേഷം ആരാണ് എഴുതിയത്? ഈ സുവിശേഷം യോഹന്നാൻ എഴുതിയതെങ്കിൽ എന്നു മുതലാണ് ഈ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേക ചോദ്യങ്ങൾ. കാരണം യേശുവിന്റെ മാനുഷികതയെ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ സുവിശേഷം കൂടിയാണ് യോഹന്നാൻ സുവിശേഷം. നേരത്തെ എന്റെ വിഷയാവതരണത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. 8-ാം അധ്യായം 40-ാം വചനത്തിൽ വളരെ വ്യക്തമായി യേശു ക്രിസ്തു പറയുകയുണ്ടായി, ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള സത്യം നിങ്ങളിലേക്ക് തന്നിട്ടുള്ള മനുഷ്യനാകുന്നു ഞാനെന്ന്. അതേ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് 1-ാം അധ്യായത്തിൽ പറയുന്നതാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ആ ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ് ഞാനെന്ന് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന അതേ സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് വചനം എന്ന് പറഞ്ഞത് ദൈവികതയുടെ തെളിവായി ഉദ്ധരിക്കുന്നത് എന്തുകൊണ്ടും വൈരുദ്ധ്യം തന്നെയാണ്. ഇവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം ആര് രചിച്ചു, എന്ന് രചിച്ചു, അതിന്റെ ആധികാരികത എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കലിമത്തുള്ള എന്ന് പറഞ്ഞതുപോലെ അതേ സ്വരത്തിൽ തന്നെയല്ലേ വചനം എന്ന് പറഞ്ഞത്? എങ്കിൽ അത് ദൈവമല്ലേ എന്നതിന്റെ വ്യക്തമായ ഉത്തരം വിശുദ്ധ ഖുർആൻ ഈസാ നബിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വിശദീകരിക്കുന്ന ഒരു ആയത്തിൽ എങ്ങനെയാണ് അദ്ദേഹം കലിമത്താകുന്നത് എന്ന വിശദീകരണം നൽകിയിട്ടുണ്ട്. അള്ളാഹു എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുൻ എന്ന ഇറാദത്ത് ഉണ്ടാവുകയും ഫയകൂനു, അപ്പോൾ ആ സൃഷ്ടി ഏത് വിധത്തിൽ ഉണ്ടാകണമെന്നാണോ അള്ളാഹുവിന്റെ ഇറാദത്ത് അത് പ്രകാരം ഉത്ഭുതമാവുകയും ചെയ്യും. ഇത് ആ അർത്ഥത്തിൽ ആ കുൻ എന്ന കലിമത്തിന്റെ എന്ന് പറഞ്ഞാൽ പിതാവില്ലാത്ത പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ ലോകത്ത് മറ്റെല്ലാവരും കുൻ എന്ന് പറഞ്ഞ ഇറാദത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ്. എങ്കിലും പിതാവില്ലാത്ത സവിശേഷ സാഹചര്യത്തിൽ കുൻ എന്ന ഇറാദത്തിൽ നിന്ന് നേരിട്ട് ഉത്ഭുതമായത് എന്ന അർത്ഥത്തിൽ കലിമത്തുള്ള എന്ന് ഉപയോഗിക്കുന്നത് പോലെ ബൈബിൾ പഴയ നിയമത്തിലെ അനേകം പുസ്തകങ്ങളിൽ അവൻ കൽപ്പിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്നു എന്ന് വ്യക്തമായി പരാമർശിക്കുന്നു. ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വചനമാകുന്നത്. ഒന്നുകൂടെ, യോഹന്നാന്റെ സുവിശേഷം എന്ന് രചിക്കപ്പെട്ടു എന്നും ഈ വചനം എന്ന് ചേർക്കപ്പെട്ടു എന്നതിനും കുറിച്ചും വ്യക്തമായ തർക്കങ്ങൾ ഇപ്പോഴുമുണ്ട്. ഫാദർ ബെഞ്ചമിൻ കെൽദാനി അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും അബ്ദുൽ അഹദ് ദാവൂദ് എന്ന പേര് സ്വീകരിക്കുകയും മുഹമ്മദ് ഇൻ ബൈബിൾ എന്നൊരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം ഹീബ്രുവിലെയും ഗ്രീക്കിലെയും സുറിയാനിയിലെയും ബൈബിളുകൾ താരതമ്യം ചെയ്തുകൊണ്ട് ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ വചനം ദൈവമായിരുന്നു എന്നല്ല മൂലഭാഷയിലെ പ്രയോഗം ഉള്ളത്, വചനം ദൈവത്തിൻ്റെതായിരുന്നു എന്നാണ്. ഇതാണ് വചനം ദൈവത്തിൻ്റെതായിരുന്നു. യേശുവിനെ ദൈവമാക്കാനുള്ള കുൽസൃത ശ്രമങ്ങളിൽ പിൽക്കാലത്ത് ബൈബിളുകൾ യഥേഷ്ടം തിരുത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ദൈവികത്വ പദവി ലഭിച്ചത്, വചനം ദൈവമായത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തന്നത് പൂർണ്ണമായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒന്നും കൂടി അതിനെ കുറിച്ച് ചോദിക്കുകയാണ്.
അതായത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ആ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം. അതില് പറഞ്ഞിരിക്കുന്നത് കന്യക ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, അവൻ രക്ഷകനായ എമ്മാനുവേൽ എന്ന പേര് വിളിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. ഉസ്താദ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം യേശുക്രിസ്തുവിന് ശേഷം വന്ന കാര്യങ്ങളാണ് പിന്നെ അതിൽ എഴുതിയിട്ടുള്ളത്. അതിലാണ് മാറ്റിത്തിരുത്തലുകൾ എഴുതിയിട്ടുണ്ടാവുക. അതിന് ഈ ആദ്യത്തെ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു മാറ്റിത്തിരുത്തൽ എഴുതിയിട്ടുണ്ടോ എന്ന് യെശയ്യാവിന്റെ സുവിശേഷത്തിൽ പ്രവചിച്ച ഇമ്മാനുവേൽ യെശയ്യാവിന്റെ ജീവിതകാലത്ത് തന്നെ വന്നിട്ടുണ്ട്. യെശയ്യാവ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം ആരായിരുന്നു ഇമ്മാനുവേൽ എന്നും ആ പ്രവചനം തന്റെ ജീവിതകാലത്ത് തന്നെ പുലർന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വാക്യത്തെ ദുരുപയോഗം ചെയ്ത് മത്തായി ഉപയോഗിച്ചതിനെ കുറിച്ച് മാത്രമാണ് മത്തായി അൽമ എന്ന പദത്തെ ദുരുപയോഗം ചെയ്തത് സംസാരിച്ചത്. അടുത്തൊരു ചോദ്യം, ബൈബിളിൽ ആകെ കൂടെ എത്ര ഗ്രന്ഥങ്ങളുണ്ട്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഏതെല്ലാമാണ്? ആ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത് ആരാണ്? ഇവിടെ ഉന്നയിച്ച വിഷയത്തിന്റെ പരിധിക്ക് പുറത്താണ് ഈ ചോദ്യം. പൊതുവെ 20 പുസ്തകങ്ങളാണ് പുതിയ നിയമ ബൈബിളിലുള്ളത്. പഴയ നിയമ ബൈബിളിലെ ഗ്രന്ഥങ്ങൾ 40-ഉം 43-ഉം 50-ഉം വിവിധ സഭകൾക്ക് വിവിധ മോഡലാണ്. 12 അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്ന കാത്തലിക്കുകാരുടെ ബൈബിളിലുള്ളതല്ല പ്രോട്ടസ്റ്റന്റുകാരുടെ ബൈബിളിലുള്ളത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നറിയിക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ പറഞ്ഞു ബൈബിളും അതുപോലെ തന്നെ ഋഗ്വേദത്തിലൊക്കെ ഏക ദൈവത്തെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടെന്നൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ക്രിസ്തീയ പുരോഹിതന്മാര് സുനഹദോസ് നടത്തി കടത്തിക്കൂട്ടലുകൾ നടത്തി എന്നാണ് ഇവിടെ വിശദീകരണകർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഏകദൈവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനും അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ ഏകദൈവത്തെ കുറിച്ച് മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം സുനഹദോസ് നടത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അത് കോൺസ്റ്റാന്റിനോപ്പിളിലൊന്നല്ല, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ വെച്ചാണ് അവിടെ സുനഹദോസ് കൂടിയതും. അങ്ങനെ അള്ളാഹുവിന്റെ നാമവിശേഷങ്ങളിലെ കുറിച്ചുള്ള ഒരു തൗഹീദ് അതിൽ അവിടെ ഉരുത്തിരിയുകയും അങ്ങനെ അക്ബറി എന്ന പുരോഹിതൻ തന്റെ അള്ളാഹു എന്ന പുസ്തകത്തിൽ ആദ്യം പറഞ്ഞത് സൃഷ്ടാവായ ദൈവം മനുഷ്യന്റെ സൃഷ്ടികളുടെ എല്ലാ കഴിവിനപ്പുറവും പ്രപഞ്ചത്തിനതീതമായ ഒരു ശക്തിയാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുകയും പിന്നീട് ഈ സുനഹദോസ് കൂടിയതിനു ശേഷം ആ അള്ളാഹു എന്ന പുസ്തകത്തിൽ വെട്ടിത്തിരുത്തുകയും അങ്ങനെ അള്ളാഹുവിന് ജഡം ഭാഗം എന്നിവയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഇതൊരു സുനഹദോസ് ആണെങ്കിൽ സുനഹദോസായി മാറുന്നില്ലേ, അഥവാ വിശുദ്ധ ഖുർആനിന് എതിരാവുന്നില്ലേ എന്നതാണ് എന്റെ ചോദ്യം. ഇസ്ലാമും ഇതര മതങ്ങളും തമ്മിലുള്ള ദൈവങ്ങൾ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ദൈവവിശ്വാസത്തിൽ അടിക്കടിയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കയ്യും കാലുമുള്ള ദൈവവും 2 കൈയും ഒരു വശത്തുള്ള ദൈവവും എല്ലാം അവരുടെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആ സമൂഹത്തെ ലക്ഷ്യം വെച്ചല്ല ഈ വേദി സംഘടിപ്പിച്ചതെന്ന് അറിയിക്കും. അങ്ങനെയാണെങ്കിൽ ആവർത്തന പുസ്തകത്തിന്റെ 4-ാം അധ്യായം 39-ാം അധ്യായത്തിൽ പറയുന്നു, മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ എന്ന ഒരു വാക്യം നമുക്ക് ബൈബിളിലൂടെ വായിക്കാം. അതുപോലെ തന്നെ ഖുർആനിൽ അതുപോലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഒരുപാട്
ബൈബിളും അതുപോലെ തന്നെ ഇതര ഗ്രന്ഥങ്ങളും ഒരുപാട് കാര്യങ്ങളിൽ ഏകത്വം പുലർത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എനിക്ക് എന്റെ ദൈവം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബൈബിളിലെയും ഋഗ്വേദത്തിലെയും ഏകദൈവത്തെ കുറിച്ചുള്ള ഒരു വിശ്വാസം പുലർത്തിയാൽ പോരെ, എന്തുകൊണ്ട് ഇസ്ലാമിൽ തന്നെ നിലകൊള്ളണമെന്ന് നിങ്ങൾ പറയുന്നതിന്റെ പ്രസക്തി എന്ത്? അദ്ദേഹം ഉന്നയിച്ചത് വിവിധ മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഏകത്വം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാം പറയുന്ന ഏകദൈവത്തെ തന്നെ വിശ്വസിക്കണമെന്നാണ്. അതൊരു നല്ല ചോദ്യമായിട്ട് തോന്നുന്നു. ഏകദൈവത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ദർശനം ഭംഗിയാവുകയില്ല. ഏതു വിധത്തിലാണ് ഏകദൈവത്വം എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനികൾ പറയുന്ന ത്രിയേക ദൈവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളത്വമാകുന്ന യേശുക്രിസ്തുവാണ് കാൽവറി കുരിശിൽ വെച്ച് പെടഞ്ഞ് മരണപ്പെടുന്നത്. ഇതേപ്രകാരം തന്നെ യഹോവയാം ദൈവത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 23-ാം അധ്യായത്തിൽ പറയുന്നത് യാക്കോബുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് തോറ്റുപോയി. യബ്ബോക്ക് കടവ് കടന്നിട്ട് യാക്കോബ് കടന്നു വരുമ്പോ ആരാണത് എന്ന് ദൈവം ചോദിക്കുകയാണ്. ആൺകുട്ടികളെ പോലെ മറുപടി പറയുന്നു, ഞാനാണ്. അങ്ങനെ ഉഷസ് ഉയരുവോളം അവർ തമ്മിൽ പോരാട്ടം നടന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അതായത് സൂര്യൻ ഉദിക്കുവോളം രാത്രി തുടങ്ങിയിട്ട് പോരാട്ടം. അവസാനം ദൈവത്തിന് യാക്കോബാവുന്ന സൃഷ്ടിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നീ ദൈവത്തോടും മൽപ്പിടിച്ച് ജയിച്ച കാരണത്താൽ ഇനി മുതൽ നിന്റെ പേര് ഇസ്രായേൽ, സൈന്യത്തിന്റെ കർത്താവ് എന്നായിരിക്കുമെന്ന് വരം കൊടുത്ത് പിന്മാറുകയാണ് ആ ദൈവം ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഏകദൈവം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ദൈവം വിശുദ്ധനാവുകയോ വിശ്വാസയോഗ്യനോ ആവുകയില്ല. എല്ലാം നിയന്ത്രിക്കാനുള്ള സർവശക്തി വളരെ പ്രധാനമാണ്. അതേപ്രകാരം തന്നെ ഋഗ്വേദത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ദ്രൻ എന്ന ദൈവത്തെ 250ഓളം ശ്ലോകങ്ങളിൽ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ആ ഇന്ദ്രനാകുന്ന ദൈവം തന്നെയാണ് പലപ്പോഴും തോറ്റോടുന്നത്, പലപ്പോഴും മനുഷ്യനാകുന്നത്, പലപ്പോഴും മനുഷ്യരെക്കാൾ അധപ്പതിച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 119-ാം കാണ്ഡം 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ സോമരസം എന്ന് പറയുന്ന വീര്യം കൂടിയ മദ്യം കുടിച്ചിട്ട് ഉന്മത്തനായിട്ട് പൂശായിട്ട് പരിധി വിട്ട് എന്തൊക്കെയോ പറയുന്ന ഇന്ദ്രനെ കാണാം. 13 പ്രാവശ്യം ഈ ഒരു ഭാഗത്ത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് കുവിദ് സോമസ്യ പാപിതി. അതിനെക്കുറിച്ച് സംസ്കൃത പണ്ഡിതന്മാർ അന്വയം ചെയ്യുന്നത് യസ്മാൽ സോമം ബഹുവാരം പീതവാനസ്മി, അതായത് ഞാൻ വളരെയേറെ സോമം കുടിച്ചിരിക്കുന്നു. യസ്മാൽ ബഹുവാരം സോമം പീതവാനസ്മി, ഞാൻ വളരെയേറെ സോമമാകുന്ന ആ മദ്യം കുടിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏകത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ദൈവം വിശ്വാസയോഗ്യനാവുകയില്ല. മറിച്ച് സ്ഥിതി സംഹാരത്തിനും എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനുമായ ദൈവത്തിന് മാത്രമേ ഇത്തരം ഒരു വിശ്വാസം നമ്മൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ്. അസ്സലാമു അലൈക്കും. അമുസ്ലിമീങ്ങൾ അമ്പലം ചുറ്റുന്നതും അവരുടെ ബിംബങ്ങളെ ചുംബിക്കുന്നതുമെല്ലാം, മുസ്ലിമീങ്ങൾ കഅബയെ ചുറ്റുന്നതും ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതിനോട് തുല്യമാവുകയില്ലേ? അത് മുശ്രിക്കാവാനുള്ള ഒരു അടയാളമാവുകയില്ലേ? മുസ്ലിമീങ്ങൾ അമ്പലം ചുറ്റുന്നതും മുസ്ലിമീങ്ങൾ കഅബ ചുറ്റുന്നതും, അതുപോലെ മുസ്ലിമീങ്ങൾ ബിംബത്തെ മുത്തുന്നതും ചുംബിക്കുന്നതും, മുസ്ലിമീങ്ങൾ കഅബയിലുള്ള ഹജറുൽ അസ്വദിനെ മുത്തുന്നതും തുല്യവിധാനത്തിലല്ലേ? അതുകൊണ്ട് നമ്മളും മുശ്രിക്കായി പോവില്ലേ എന്നൊരു ചോദ്യമാണ് കുട്ടിയുടേത്. മുസ്ലിമീങ്ങൾ അമ്പലം ചുറ്റുന്നത് ദൈവത്തെ ആവാഹിച്ച ദൈവ പ്രതിഷ്ഠയാകുന്ന ആ പ്രതിമയെ ബഹുമാനിച്ചുകൊണ്ടുള്ള ചുറ്റലാണ്. പലപ്പോഴും പ്രതിമകൾ കേവലം ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിലയിടങ്ങളിൽ നിന്ന് വിശദീകരിക്കപ്പെടാറുണ്ടെങ്കിലും അതിനപ്പുറം വിവിധങ്ങളായ കർമ്മങ്ങൾ ചെയ്ത് ചൈതന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠകളാണ് ഓരോ പ്രതിമയും.
പ്രതിഷ്ഠിക്കുക എന്നൊരു കർമ്മം തന്നെയുണ്ട്. 12 വർഷം കഴിയുമ്പോൾ വേദപ്രശ്നം എന്ന പേരിൽ പ്രതിമയ്ക്കുള്ളതായ ശക്തി ചോരുമ്പോൾ ആ ശക്തിയെ ആവാഹിച്ചു കൊടുക്കുന്ന പരിപാടികളുണ്ട്. നമ്മുടെ ശബരിമലയിലൊക്കെ 2 കൊല്ലം മുന്നേ അയ്യപ്പ പണിക്കർ അങ്ങനെ ഒരു പ്രശ്നം നടത്തിയത് വിവാദമായിരുന്നത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. അപ്പോ ഓരോ കല്ലിലും തുരുമ്പിലും അടക്കം ദൈവത്തിന് ഇറങ്ങാൻ പറ്റും എന്ന അവതാര സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള ദൈവമെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രതിമകൾ ഉൾക്കൊള്ളുന്ന അമ്പലമാണ് അവർ ചുറ്റുന്നത്. നേരെ മറിച്ച് മുസ്ലിമീങ്ങൾ കഅബയെ അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നതും ഇവർ പ്രതിമയ്ക്ക് മുമ്പിൽ വണങ്ങുന്നതും തുല്യവിധാനത്തിലല്ല. മുസ്ലിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ഒരു ഐക്യരൂപം വേണം എന്നതിന്റെ ഭാഗമായിട്ട് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കെട്ടിടം, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കെട്ടിടം, എല്ലാ പ്രവാചകന്മാരുടെയും വന്ദനങ്ങളേറ്റ കെട്ടിടമൊക്കെ ആയ കഅബയിലേക്ക് എല്ലാ വിശ്വാസിയും തിരിഞ്ഞു നിൽക്കുന്നു. ഹജറുൽ അസ്വദിനെ മുത്തുന്നതും ഹജറുൽ അസ്വദിൽ വെച്ചിട്ട് നമ്മുടെ തവാഫ് ആരംഭിക്കുന്നതുമൊക്കെ തവാഫിന്റെ ഒരു തുടക്കം വേണമെന്ന ഒരു അടയാളമായിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കല്ലിന് സ്വന്തമായി വല്ല കഴിവുണ്ടെന്നോ ആ കല്ല് നമ്മളെ ഏതെങ്കിലും അർത്ഥത്തിൽ സ്വന്തമായ രൂപത്തിൽ സഹായിക്കുമെന്നോ നമ്മളാരും വിശ്വസിക്കുന്നില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിച്ച സന്ദർഭത്തിൽ നിനക്കൊരു കഴിവുമില്ലെന്നും എന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നതെന്നും പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. മറുപടിയുടെ ആകെ മറുപടിയിൽ ഉൾക്കൊള്ളുന്നത് നമ്മൾ കഅബ ചുറ്റുന്നതും അല്ലെങ്കിൽ ഹജറുൽ അസ്വദ് മുത്തുന്നതും അത് ദൈവമാണെന്നോ ദൈവത്തിന്റെ എന്തെങ്കിലും വിശേഷണമോ ശക്തിയോ അതിൽ അവതരിച്ചോ എന്ന രൂപത്തിലോ അല്ല. നേരെ മറിച്ച് ഹിന്ദുക്കൾ അവരുടെ അമ്പലം ചുറ്റുന്നതും അവരുടെ പ്രതിമകളെ ചുംബിക്കുന്നതുമൊക്കെ അവതാര സങ്കല്പത്തിന്റെയും അതിന്റെ പുറമെ വിവിധങ്ങളായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവതരിച്ച ആ ദൈവങ്ങളെ അവതരിപ്പിച്ചിട്ട് ആവാഹിപ്പിച്ചിട്ടുള്ളതായ കല്ലിനെയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പ്രബോധകനും പണ്ഡിതനുമാകുന്ന സ്വാമി ചിദാനന്ദപുരി അദ്ദേഹത്തിന്റെ സനാതന ധർമ്മം എന്ന പുസ്തകത്തിന്റെ 40-ാം പേജിൽ പറയുന്നു, ഈ കേവലം ഒരു പ്രതിഷ്ഠയല്ല ദൈവങ്ങൾ, നേരെ മറിച്ച് എല്ലാവിധ ശക്തിയും ഭക്തന് കൊടുക്കുന്ന സകലീകരിച്ചുകൊണ്ട് എല്ലാവിധ ശക്തിയും ആവാഹിച്ചിട്ടുള്ള ഒരു പ്രത്യേക ശക്തി സ്രോതസ്സുകൾ തന്നെയാണെന്ന് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹുവിക്ക് കൈയുണ്ട്, അതുപോലെ അള്ളാഹു ഇരിക്കുന്നുണ്ട് എന്ന എന്ന വാക്യങ്ങളുണ്ട്. എന്നിരിക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് കൈയില്ല എന്നും അവയവങ്ങളില്ല എന്നും ഒരു രൂപമില്ല എന്നും മുസ്ലിം സമൂഹം ഇവിടെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഖുർആനും മുസ്ലിം സമൂഹം തമ്മിൽ വൈരുദ്ധ്യമില്ലേ എന്നാണ് എന്റെ ചോദ്യം. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് ഖുർആനിലില്ലേ എന്നാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. ഖുർആനിൽ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് ഇല്ല. കാരണം ഖുർആൻ അറബി ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇനി അതിനെ അറബീകരിച്ച് ലഹു യദുൻ എന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ഖുർആനിൽ ഇല്ല. ഖുർആനിൽ യദുല്ല എന്ന പരാമർശമുണ്ട്. ഇത്തരം പ്രയോഗങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് പണ്ഡിതന്മാർ ആ ആയത്തിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുമുണ്ട്. യദുല്ല, വജുഹുല്ല തുടങ്ങിയ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെപ്പോലെ അല്ല അള്ളാഹു എന്നുള്ളതും അവനെപ്പോലെ ആരുമില്ല ഒന്നുമില്ല എന്നുള്ളതും ഖുർആന്റെ ഖണ്ഡിതമായ പ്രസ്താവനയാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, ആരുമില്ല, ഏതുമില്ല. അവന്റെ അസ്തിത്വം സൃഷ്ടികളിൽ ഒന്നിലേക്കും ആശ്രയിച്ചു നിൽക്കുന്നുമില്ല. അള്ളാഹു അതുകൊണ്ട് തന്നെ കാലത്തായിരിക്കുക, കാലം, സ്ഥലം, മൂർത്തമായ വസ്തുക്കൾ, രൂപം എന്നതിൽ നിന്നും പരിപൂർണമായി മുക്തനാണ് അള്ളാഹു എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെ ഇരിക്കെ പറയുമ്പോൾ യദു എന്ന് തുടങ്ങിയ പ്രയോഗങ്ങളുടെ അർത്ഥമെന്ത്? പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ മുത്തശാബിഹാത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആയത്തുകളുണ്ട്. അതിന്റെ അർത്ഥം അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത്തരം പ്രയോഗങ്ങളെ അങ്ങനെ വിശദീകരിച്ച സലഫുകളുണ്ട്. അതല്ല, യദ് എന്നതിന് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ ശക്തി എന്നീ
അർത്ഥതലങ്ങളിൽ വിശദീകരിച്ചതും ഉണ്ട്. അള്ളാഹുവിന്റെ കൈ എന്ന അർത്ഥത്തിൽ അതിന്റെ അക്ഷരാർത്ഥത്തിൽ വിശദീകരിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ തന്നെ ആത്മാവിന് എതിരായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കാത്തത്. ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി, ഏകദൈവാദി അധിഷ്ഠിതമായ ക്രിസ്ത്യൻ സമൂഹവും ത്രിത്വത്തിൽ അധിഷ്ഠിതമായ ക്രിസ്ത്യ സമൂഹവും നിലവിലുണ്ടായിരുന്നു എന്ന് പറയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ക്രിസ്ത്യാനികളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ആ വിശ്വാസപ്രകാരം ജീവിച്ചാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാ ക്രിസ്ത്യാനികളും ഏകദൈവത്വം വിശ്വസിച്ച് ജീവിക്കണം എന്നാണ് നമ്മളെ ഈ സദസ്സിന്റെ സന്ദേശം. അത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഏകദൈവികത്വ ദർശനത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യാനാണ് നമ്മുടെ ഈ പ്രോഗ്രാം. ഇന്ന് അമേരിക്കൻ ക്രിസ്ത്യൻസിലെ 6% ക്രിസ്ത്യാനികൾ ഏകദൈവത്വം അംഗീകരിക്കുന്നവരാണ് എന്നാണ് ഇന്റർനെറ്റിൽ നിന്ന് ലബ്ധമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ യൂണിറ്റേറിയൻസിൻ്റെതായ ഒരു സഭ ഉണ്ടായിരുന്നോ? ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഉണ്ടായിരുന്നു. CD വർഗീസ് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹം വർഷങ്ങളോളം ക്രൈസ്തവ പാതിരിയായി ജീവിക്കുകയും ഒടുവിൽ ത്രിയേകത്വ വിശ്വാസത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ തെളിച്ചു പറഞ്ഞാൽ പനക്കല കിട്ടാതെ അസംതൃപ്തനായി സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാഗ്യമെന്ന് പറയാം. ആ വഴിയിലുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ഇപ്പോൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടവന്ന് മൂസ എന്ന നാമം സ്വീകരിച്ച് അദ്ദേഹം നമ്മുടെ മലയാളത്തിന്റെ പരിസരത്ത് തന്നെ ജീവിക്കുന്നു. വിശദമായ ജീവചരിത്രവും നേരത്തെ അൽ-ഇർഫാദ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബൈബിൾ എന്നെ മുസ്ലിമാക്കി എന്ന്. അതിന്റെ അനുബന്ധമായ ഒരു പഠനം ചേർത്തിട്ടുണ്ട്. യൂണിറ്റേറിയൻ ക്രിസ്ത്യാനികൾ ലോകത്ത് എവിടെയെല്ലാം ഉണ്ട് എന്ന ഒരു അന്വേഷണം. അതിൽ ലോകത്തുള്ള ക്രിസ്ത്യാനികളിലെ 6% പേർ ഇപ്പോഴും, തെളിച്ചു പറഞ്ഞാൽ ലബനാനിലെ തന്നെ ക്രിസ്ത്യാനികളിലെ നല്ലൊരു ശതമാനം, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ള ഒരു സ്ഥലത്തുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾ യൂണിറ്റേറിയൻസ് ആയിട്ടുള്ളത് ലബനാനിലാണ്. ബാക്കി രാജ്യങ്ങളിൽ തീരെ ഇല്ലാത്തതുണ്ട്. അമേരിക്കൻ ക്രിസ്ത്യാനികൾ 6% യൂണിറ്റേറിയൻസ് ആണെന്ന് ഇന്റർനെറ്റിൽ നിന്നുള്ള രേഖകൾ മനസ്സിലാക്കി തരുന്നു. ഉസ്താദ് പറഞ്ഞത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിന്റെ പിതൃത്വം യഹോവ അല്ലെങ്കിൽ പിതാവിനാണെന്നാണ് പറഞ്ഞത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി എന്ന് പറയുന്നുണ്ട്. അത് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ തിരക്കേടില്ല. കാരണം ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നടന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് ജോസഫിന് 90 വയസ്സായിരുന്നു, മറിയക്ക് 13 വയസ്സ്. ക്രിസ്ത്യാനികളൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ 53-ാം വയസ്സിൽ 12-കാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതിനെ കുറിച്ചോ വീട് കൂടിയതിനെ കുറിച്ചൊക്കെ വിമർശിക്കാറുണ്ട്. ജോസഫിന് 90 വയസ്സും മറിയക്ക് 13 വയസ്സുമായിരുന്നു. അദ്ദേഹം എന്നാണ് ബൈബിളിലുള്ളത്. പരിശുദ്ധാത്മാവ് ആരാണ്? അലൈഹിയും അങ്ങനെ ഗർഭിണിയാവുകയും ഒക്കെ ആയിരിക്കണം. ആ സുഹൃത്തിന്റെ പറഞ്ഞ പരമ്പരയ്ക്ക് യേശുവുമായി കൂടിച്ചേരുന്നതിന് മുമ്പ് മറിയത്തിൽ അവൻ ജോസഫിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു എന്നത് ബ്രാക്കറ്റിൽ കൊടുത്തതിനെ കുറിച്ചും
ചില ബൈബിളിൽ അത് ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് ബൈബിളിന്റെ ഭാഗമാക്കിയതിനെ കുറിച്ചൊക്കെ ദീർഘമായ ചർച്ചകളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. നേരത്തെ ആ സുഹൃത്തൻ നമ്മുടെ ആ യോഹന്നാന്റെ 1-ാം അധ്യായത്തെ കുറിച്ച് ചോദിച്ച ആ സുഹൃത്ത് പറഞ്ഞതുപോലെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു എന്നൊക്കെ പറയുന്ന ആ വചനം, അതായത് സാധാരണഗതിയിൽ മനുഷ്യ സ്ത്രീകളുടെയും പുരുഷന്റെയും അണ്ടവും ബീജവും ചേർന്നിട്ടുള്ള ആ ഒരു കുട്ടിജനനമല്ലാതെ ദൈവത്തിന്റെ പ്രത്യേക കൽപ്പന വഴി യേശുക്രിസ്തു ഗർഭത്തിലായി പ്രസവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ബൈബിളിൽ തന്നെ സുഹൃത്ത് സജീർ ചൂണ്ടിക്കാണിച്ചതുപോലെ സങ്കീർത്തന പുസ്തകത്തിന്റെ 33-ാം അധ്യായത്തിലൊക്കെ ദൈവം ഉണ്ടാവാൻ കൽപ്പിച്ചു, അങ്ങനെ ഉണ്ടായി. തുടക്കം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വചനത്തിൽ ആകാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, അങ്ങനെ ഉണ്ടായി. 9-ാം വചനത്തിൽ ഭൂമി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, അങ്ങനെ ഉണ്ടായി. ഇന്നമാമൃഹുദാറാദശയനയ്യക്കൂലൽഹുക്കും ഫയക്കൂൻ. അങ്ങനെ പ്രത്യേകമായിട്ട് രൂപം കൊണ്ടതാണ് യേശുക്രിസ്തു. അദ്ദേഹം ദൈവത്തിന്റെ നേരെ വചനമായിട്ട് ഇങ്ങോട്ട് ഉരുണ്ടു വന്നതല്ല. നേരത്തെയുള്ള ചോദ്യത്തിന്റെ വിശദീകരണത്തിന്റെ ഭാഗമാണ്. യോഹന്നാന്റെ തുടക്കത്തിലൊന്നും അത് യേശുവാണെന്ന് പറയുന്നില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നുണ്ട്, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവവുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. അതിന്റെയും ശേഷം പറയുന്നത് മോശ പ്രവാചകനെ കുറിച്ചാണ്. അവിടെ യേശുവാണെന്നതിനെ കുറിച്ച് ഒരു സൂചനയുമില്ല. സജീർ ബുഖാരി പറഞ്ഞത് അതിന്റെ കുറെ ഏറെ മറുപടികളാണ്. വേറൊരു തലത്തിലൂടെയാണ് ഞാൻ ഈ സുഹൃത്തിന്റെ ഉത്തരം പറയുന്നത്. അതായത് അത് യേശുവിനെ കുറിച്ചാണെന്നൊരു പ്രയോഗം പോലുമില്ല. ആദ്യേ ദൈവത്തിന്റെ വചനമുണ്ട്. അതാണ് നമ്മൾ പുറപ്പാട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കത്തിലൊക്കെ ദൈവത്തിന്റെ വചനത്താൽ ഇതുണ്ടായി. പിന്നെ വചനം ജീവമായിരുന്നു, വചനം വെളിച്ചമായിരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെയും നമ്മുടെ ബൈബിൾ അനുസരിച്ച് തന്നെ സങ്കീർത്തന പുസ്തകത്തിന്റെ 119-ാം അധ്യായത്തിന്റെ 93-ാം വചനത്തിൽ വചനത്താൽ ഞങ്ങൾക്ക് പ്രകാശം കിട്ടിയെന്നുണ്ട്. അതേ പുസ്തകത്തിലെ അതേ അധ്യായത്തിലെ 105-ാമത്തെ വാക്യത്തിൽ വചനം ഞങ്ങളെ വഴി നടത്തി, വചനം ഞങ്ങൾക്ക് ജീവനായി, വചനം ഞങ്ങൾക്ക് പ്രകാശമായി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ വചനമാകുന്ന കെലിമത്തിനെ കുറിച്ചാണ്. അതല്ലാതെ യേശുവുമായി അതിന് വലിയ ബന്ധവുമൊന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വളരെ പ്രസക്തമായിട്ടുള്ള ദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ സമയം പരിമിതമാണ്. ഞാനിവിടെ ചോദ്യം ഉന്നയിക്കുന്നത് ഇസ്ലാം മതമനുസരിച്ചുള്ള ഒരു ചോദ്യം. ഇസ്ലാം മതമനുസരിച്ച് ഒരു കുട്ടി പ്രായപൂർത്തിയാവുന്നതിന്റെ മുമ്പ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്നാണ് ഒരു ഹദീസിലുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ മറ്റു മതസ്ഥരായ ഒരു കുട്ടി ചെറുപ്പത്തിൽ മരണപ്പെട്ടു, അവർ നരകത്തിലാണെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമല്ലേ? ആ കുട്ടി യഥാർത്ഥത്തിൽ ആ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ. അത് വൈരുദ്ധ്യമല്ലേ? മുസ്ലിമായ ഒരു കുട്ടി, ആ കുട്ടി ചെറുപ്പത്തിൽ മരണപ്പെട്ടപ്പോൾ എന്തായി? ആ കുട്ടി സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇനി അങ്ങനെ മുസ്ലിം അല്ലാത്തൊരു കുട്ടി മരണപ്പെട്ടു, ആ കുട്ടി നരകത്തിലും പ്രവേശിച്ചു. അപ്പൊ അത് ഇസ്ലാം ചെയ്യുന്ന ഒരു വൈരുദ്ധ്യമല്ലേ ഇത്? ഈ ഹദീസുകളെ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയകമായ ഖണ്ഡിതമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് മുശ്രിക്കുകളുടെ കുട്ടികൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ, അതല്ല സ്വർഗത്തിലാണെങ്കിൽ തന്നെ അതിന്റെ ഗുണവശങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമോ, നരകത്തിലാണെങ്കിൽ തന്നെ ശിക്ഷയുണ്ടോ തുടങ്ങി പല അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ ഇതിൽ പ്രബലമായ അഭിപ്രായം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കുകളുടെ കുട്ടികൾ സ്വർഗത്തിലാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഈ ഹദീസുകളെയൊക്കെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് മഹാനവറുകൾ അത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ വിഷയകമായി പറയാനുള്ളത്. ഇത് നേരിട്ട് വിഷയവുമായി ബന്ധപ്പെടുന്നതല്ല എന്നുകൂടി ഉണർത്തുന്നു. ഇവിടെ മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിലെ 29 മുതൽ 34 വരെ വചനങ്ങളിൽ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെ പൂർണ്ണതയോട് പൂർണ്ണാത്മാവോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞെടുത്ത് അവിടെ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന് പ്രയോഗിച്ചത് അത് ബഹുവചനമായിട്ടാണ് എന്ന് ഇവിടെ ജെറിനെ പോലുള്ള മിഷണറി പ്രവർത്തകർ പ്രസംഗിക്കുന്നുണ്ടായി. അതിന്റെ ഒരു വിശദീകരണം ഒന്ന് പ്രസംഗിക്കും. ഷമാ ഇസ്രായേൽ
യഹോവ എലോഹീനു യഹോവ യഹാദ്. ഇതായിരുന്നു ആ വാക്യം. കുറച്ചു മുമ്പ് ഒരു കാടടക്കി ഒരു വെടി വന്നിരുന്നു. യഖാദ് യാഖീദ് എന്നൊക്കെ പറഞ്ഞെന്തോ ഒരു പൊട്ടിത്തെറി നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ ഒരു വാക്ക് ഹീബ്രുവിലില്ല. യഖാദ് എന്ന പദം തന്നെ ഹീബ്രുവിലില്ല. യഖാദിന്റെ അർത്ഥം പറഞ്ഞ ഒരു ക്രൈസ്തവ പണ്ഡിതൻ നമ്മുടെ വിശുദ്ധ ഖുർആനിലെ ഖുൽഹു അല്ലാഹു അഹദ് എന്നുള്ളത് ഏകത്വത്തിൽ തന്നെ ബഹുത്വമുള്ളതാണ് എന്ന് പറഞ്ഞ അഹദുഹും എന്ന മുലാഫായിട്ട് വരുന്ന പദം വരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു കസർത്ത് നടത്തുകയുണ്ടായി. അതിന്റെ പൊള്ളത്തരം നമുക്ക് വ്യക്തമാണ്. അതിൽ കവിഞ്ഞ് ഒരർത്ഥവും അതിൽ ഇല്ല. യഹാദ് എന്ന് പറയുന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥത്തിൽ ബഹുത്വം ഇല്ല. ഒരുവൻ എന്നേ അർത്ഥമുള്ളൂ. ഒരുവൻ എന്നതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വ്യക്തി എന്നതിൽ ആ വ്യക്തി കയ്യില്ല കാലില്ല അങ്ങനെ ബഹുത്വമല്ലേ, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ വ്യക്തമായി യേശു ക്രിസ്തു മോശെ പ്രവാചകന്റെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും മുഖ്യമായ കൽപ്പന അതാണ് അദ്ദേഹം പറഞ്ഞ മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ അദ്ദേഹം ജൂതന്മാരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ജൂതന്മാരുടെ വേദഗ്രന്ഥത്തെ ഉദ്ധരിക്കുകയാണ്. അവിടെ പറയുന്നത് ഷമാ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക, യഹോവ എലോഹീനു, യഹോവയാകുന്നു നമ്മുടെ ദൈവം, യഹോവ യഹാദ്, യഹോവ ഏകനാകുന്നു എന്നാണ്. അവിടെ ഏകത്വത്തിൽ ബഹുത്വം ഇല്ല. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഉസ്താദ് മറുപടി പറഞ്ഞു ഹജറുൽ അസ്വദിന് കഴിവുകളൊന്നുമില്ല എന്ന്. അപ്പോൾ മുസ്ലിമീങ്ങൾ അതിനെ ചുംബിക്കുമ്പോൾ അള്ളാഹു തആല അവൻ ചെയ്ത മുൻ പാപങ്ങളെ പൊറുക്കുമെന്നൊക്കെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഹജറുൽ അസ്വദിന് കഴിവില്ലെങ്കിൽ എങ്ങനെയാണ് പാപങ്ങളെ പൊറുക്കുക എന്നാണ്. ഹജറുൽ അസ്വദിനെ ചുംബിക്കുമ്പോ ഹജറുൽ അസ്വദ് അല്ല പാപങ്ങളെ പൊറുക്കുക. ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ പാപം പൊറുക്കുന്ന അള്ളാഹുവിന്റെ ഒരു ഓർഡറാണ്. അതേപ്രകാരം ഹജറുൽ അസ്വദ് ചുംബിക്കുകയാണെങ്കിൽ പാപം പൊറുക്കുന്നു വേറൊരു കൽപ്പന ഉണ്ട്. മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷത്തോടുകൂടെ നോക്കിയാൽ പാപം പൊറുക്കുന്നു വേറൊരു ഭംഗിയായ പ്രയോഗമുണ്ട്. ഇതൊക്കെ അള്ളാഹു പാപം പൊറുക്കാൻ നിശ്ചയിച്ച ഒരു കർമ്മം എന്നല്ലാതെ കഴിവനുസരിച്ച് ഹജറുൽ അസ്വദ് പാപമെല്ലാം കൂടി ഏറ്റുവാങ്ങുന്നതല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദ് പറഞ്ഞു ദൃഗ്വാദത്തിൽ പറയുന്നുണ്ട് വഹദാനിയത്ത് ഇസ്ലാമിന്റെ വഹദാനിയത്തുമായിട്ട് സാദൃശ്യമുണ്ട്. ദൃഗ്വാദത്തിൽ പറയുന്നു വഹദാനിയത്തിൽ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്ര പദ്ഭൂമി വിശുദ്ധവൃത്ത എന്ന് പറഞ്ഞു. 1000 തലകളും 1000 കണ്ണുകളുള്ള ഒരു മനുഷ്യനാണ്. ഇത് ഇസ്ലാമിന്റെ വഹദാനിയത്തുമായിട്ട് സാദൃശ്യമുണ്ടോ? ഇത്തരം വേദികളിൽ നമ്മൾ ഏകത്വത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന പദങ്ങൾ അതിലുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ ഇസ്ലാം പറയുന്ന അതേ വഹദാനിയത്ത് അല്ലെങ്കിൽ ഏകത്വം ഋഗ്വേദത്തിലോ ബൈബിൾ പോലുമോ ഉണ്ട് എന്ന് നമ്മൾ ആരും പറയുന്നില്ല. നേരത്തെ 1-2 ചോദ്യത്തിന്റെ ഉത്തരത്തിൽ അങ്ങനെ തന്നെ പറയുകയും ചെയ്തിരുന്നു. ദൈവദർശനത്തെ കുറിച്ച് പറഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിന്റെ അത്രയും പഴക്കം വരുന്ന ഒന്നാണ് ദൈവദർശനം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെ ഇരിക്കെ അതിപുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന മനുഷ്യർ അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ഭൗതിക വസ്തുക്കളെ സാധന സാമഗ്രികളെയും അവർ കാണുന്ന സംഗതികളെയും ഒക്കെ അവർ ദൈവമായി കണ്ട് അവരെ അതിൽ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ ആരാധിക്കുകയോ മറ്റു ചെയ്തിരുന്നിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ഒരു കണക്കിന് അവർക്ക് ക്രിസ്ത്യൻ മതത്തിന്റെ എൻസൈക്ലോപീഡിയയോ അല്ലെങ്കിൽ ഹൈന്ദവ പുണ്യപുരാണ ഗ്രന്ഥങ്ങളും മറ്റും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കാനും ഒന്നും സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ച് അയാളും വിഷമങ്ങളും മറ്റും ദൂരീകരിക്കാൻ അത് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവരുടെ വിശ്വാസപ്രകാരം പലതിനെയും അവർ തേടുകയും അങ്ങനെ പലരിൽ നിന്ന് അള്ളാഹു അല്ലാതെ മറ്റു പലതിൽ നിന്നും തന്നെ അവർക്ക് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ ചിലപ്പോൾ രോഗങ്ങൾ സൗഖ്യമാക്കി കിട്ടുന്ന അവസ്ഥ യേശു ക്രിസ്തുവിനെ വിളിച്ച് ചോദിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ലഭിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റു പലതിനോടും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ അവരുടെ വിഷമതകൾ പെട്ടെന്ന് മാറിക്കിട്ടുകയാണ്. അങ്ങനെ അവര് ക്രൈസ്തവ മതത്തിലേക്കും മറ്റു മതങ്ങളിലേക്കും പോകുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ
ഈ യേശുക്രിസ്തുവാണ് അവരെ ഈ ദൈവം. അപ്പോൾ ആ യേശുക്രിസ്തുവാണ് അവരുടെ രോഗങ്ങൾ വളരെ പെട്ടെന്ന് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരാൻ കഴിവില്ലാത്ത ഒരു ശക്തിയെ എന്തിനു വിളിച്ച് പ്രാർത്ഥിക്കുന്നു? അതിനേക്കാൾ വളരെ എളുപ്പം നമ്മളോട് അടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ എന്നാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ ധാരാളം പേര്, ധാരാളമല്ല, വളരെ കുറഞ്ഞ ആളുകളെ ക്രൈസ്തവ മതത്തിന് താല്പര്യം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടല്ലാതെ ഇതുപോലെയുള്ള ദൈവങ്ങളിലേക്ക് ജനങ്ങൾ എത്തിത്തീരാനൊരു സാഹചര്യം വരുന്നുണ്ടോ? യേശുവിനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ കഴിയില്ല. എന്നാൽ അനുഭവത്തിൽ നിന്ന് യേശുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഗുണം കിട്ടുന്നു. അപ്പോ അങ്ങനത്തെ ആളുകൾ അതിലേക്ക് അങ്ങനെ ആകർഷിക്കപ്പെടൂലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. 2-3 കാര്യങ്ങൾ നമ്മൾ അതിന്റെ മുമ്പായിട്ട് മനസ്സിലാക്കേണ്ടത്. യേശു എന്ന് പറയുന്ന ഈ രൂപം പോലും ശരിക്കു പറഞ്ഞാൽ യേശുവിന്റെ രൂപമാണെന്നുള്ളതിന് ഒരു ഉറപ്പില്ല. ഒരു യൂറോപ്യനായ ഒരാൾ നിർമ്മിച്ച രൂപമായതുകൊണ്ടാണ് ഏഷ്യക്കാരനായ യേശുവിന് പൂച്ചക്കണ്ണ് വന്നത് പോലും. ബൈബിളിൽ യേശുവിന്റെ രൂപം എങ്ങനെയാണ് എന്ന് പറയുന്നില്ല. ബൈബിളിൽ എവിടെയെങ്കിലും യേശുവിന്റെ ശരീരത്തെ കുറിച്ച് വിശദീകരിക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് യേശുവിന്റെ രൂപം കിട്ടിയത്? വെറുതെ ഒരു സങ്കല്പം. യേശുവിന്റെ പ്രതിമ നിർമ്മിച്ചിട്ട് അതിന്റെ മുകളിൽ യേശു ലോകരക്ഷകൻ ഇങ്ങനെ കയ്യും പിടിച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ യേശുവാണ് പിതാവേ പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറുമാറാവട്ടെ എന്ന് വിളിച്ചു കരഞ്ഞത്. മരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അനുയായികളെ കാവൽ നിർത്തി. വാളുള്ളവൻ വാളെടുക്കട്ടെ, വാളില്ലാത്തവൻ പൊക്കണം വിറ്റ് വാള് കൊള്ളട്ടെ എന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് കാവൽ നിർത്തി. മലയുടെ മുകളിൽ പോയി 3-4 പ്രാവശ്യം പ്രാർത്ഥിച്ച് കരഞ്ഞ് എന്റെ വേർപ്പുകൾ രക്തത്തുള്ളിയായി മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. രക്ഷപ്പെടാനുള്ള വൃദ്ധശ്രമങ്ങൾ അങ്ങനെ ഒന്നും നടക്കാതെ പിടിച്ച് കുരിശിലറച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ, ക്രിസ്ത്യാനി വിശ്വാസമാണ്, കൊല്ലാൻ നോക്കിയപ്പോൾ എങ്കിൽ നിന്റെ ഇഷ്ടം നിറവേറുമാറാവട്ടെ എന്നാണ് പറയുന്നത്. ഒരു നിലക്കും രക്ഷപ്പെടുന്നില്ല. ഇദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയുന്നത്, യേശുവാകുന്ന ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയുന്നത് വസ്തുതാപരമായിട്ടും പ്രായോഗികമായിട്ടും തെറ്റാണ്. ഇടക്കാലത്ത് നെറ്റിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട നസീല ബീവി എന്ന് പറയുന്ന ഒരു പൊട്ടപ്പോഴത്തക്കാരി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവരുടെ കുടുംബം, അവരുടെ ഉപ്പ വലിയ പണ്ഡിതനായിരുന്നു, ഖാദിയായിരുന്നു, തങ്ങളായിരുന്നു, പിന്നെ വലിയ ഭക്തയായിരുന്നു, കണ്ണു കാണാതെയായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ ഒരു ബൈബിള് കിട്ടി വായിച്ചിട്ടാണ് ഇസ്ലാം എന്ന് പോയി എന്നാണ് പറയുന്നത്. അവരെ കുറിച്ച് ഇർഫാദ് മാസികയിൽ വലിയ ടീച്ചർ ഉണ്ടായിരുന്നു, സുഹൃത്ത് സജീർ ആയിരുന്നു അത് തയ്യാറാക്കിയത്. അവര് പറയുന്ന ഒരു പ്രയോഗം, പിതാവ് തല്ലി കൊല്ലാനാക്കി കാലൊക്കെ മുറിഞ്ഞ് പ്രശ്നമായി മരിക്കാൻ നിൽക്കുമ്പോ യേശു വന്ന് തൊട്ടിട്ട് രോഗക്കെട് മാറിയെന്നാണ്. ആ നസീല ബീവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു തരാം. അവരൊരു യാത്ര കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ കാറിടിച്ചിട്ട് ഒരു വശം തകർന്ന് വളഞ്ഞ് ചെമ്മീൻ കണക്കെ കിടക്കുകയാണ്. ഒരു യേശുവും തൊടാൻ വരുന്നില്ല, ഒരു പ്രാർത്ഥനയും ഫലിക്കുന്നില്ല. അവരുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാനിപ്പോ പറയാം, നിങ്ങൾക്ക് വിളിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ദൈന്യതയുടെ വിലാപം മാത്രം കേൾക്കും. എന്റെ പിതാവ് തല്ലിക്കൊല്ലാനാക്കിയ സമയത്ത് യേശു വന്ന് തൊട്ടിട്ട് രോഗം സുഖപ്പെടുത്തിയ ഇവർക്ക് ഇപ്പൊ ഏറ്റവും വലിയ സങ്കീർണമായ സമയത്ത് ചെമ്മീൻ പോലെ സൈഡിലേക്ക് വളഞ്ഞ് വളരെ വലിയ വ്രണവും പിടിച്ച് കിടക്കുമ്പോ വൈദ്യശാസ്ത്രം പോലും കഴിയുമ്പോൾ എന്തുകൊണ്ട് യേശു ഒന്നൊന്ന് തൊടുന്നില്ല? ഞാൻ സൂചിപ്പിക്കുന്ന ഒരു വിഷയത്തെ പരിഹസിക്കാനല്ല, ഇവരുടെ രോഗശാന്തികൾ എങ്ങനെയാണ്, വചനപ്രഘോഷവും രോഗശാന്തി ശുശ്രൂഷയും എങ്ങനെയാണെന്നതിനെ കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വെറും ചില മനഃശാസ്ത്രപരമായ അനുഭവങ്ങൾ മാത്രമാണെന്നാണ്. ഡോക്ടർ ശാന്തകുമാർ കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കോട്ട ബൈബിൾ ആശ്രമത്തിൽ വചനപ്രഘോഷണം നടക്കുന്ന സമയത്ത് അയാളുടെ രോഗികൾ 50% വർദ്ധിക്കും. അയാൾ ഏത് വിഷയത്തിലാണ് ചികിത്സിക്കുന്നത് എന്ന് അറിയുമായിരിക്കും, മെന്റൽ. അയാളുടെ രോഗികൾ 50% വർദ്ധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രസമുണ്ടാവും, വിളിച്ചു പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും. ഏകസത്യ ദൈവമാകുന്ന യേശു പഠിപ്പിച്ച, ഞാൻ എന്റെ പിതാവിന്റെ അരികിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാർ ചെന്ന സമയത്ത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9, 10, 11 വചനങ്ങളിലൊക്കെ അയാൾ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ പിതാവേ നിന്റെ നാമം പൂജിതമാവേണമേ, നിന്റെ രാജ്യം വരേണമേ. ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ആ ദൈവം അനുവദിച്ചത് മോഡലുള്ള സഹായത്തേട്ടമൊക്കെ നടത്തുക. അതല്ലാത്ത രൂപത്തിലുള്ള, മതം പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള സഹായത്തേട്ടങ്ങളോ ആരാധനകളോ കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കേട്ടു, യേശുക്രിസ്തു അങ്ങനെയല്ല, ഇങ്ങനെയല്ല, എന്നല്ല, ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാണ് പിന്നെ യേശുക്രിസ്തു? യേശുക്രിസ്തു ലോക ചരിത്ര കാലഘട്ടത്തെ രണ്ടാക്കിയും, യേശുവിന്റെ ജനത്തോടു കൂടി ലോക AD എന്നും BC എന്നും രണ്ടാക്കി വിഭജിക്കപ്പെട്ട ആളാണ് യേശുക്രിസ്തു.
പിന്നെ യേശുക്രിസ്തു പിന്നെ ആരാണ്? ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ലേ? യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു അത്ഭുതങ്ങൾ കാണിക്കും എന്നതിന്റെ ഇപ്പോഴും മരണാനന്തരം എന്ന പദം ഞാൻ പിൻവലിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഭൗമിക നിയോഗത്തിന് ശേഷവും അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകളായി ആണ് വചന പ്രഘോഷണങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും നടക്കുന്നതിന്റെ അതിന്റെ ഉള്ളുകള്ളികൾ അന്വേഷണാത്മകമായി സാഹസികമായി ഇറങ്ങിച്ചെന്ന ഓരോരുത്തരും നാൾക്ക് നാൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരാണ് യേശുക്രിസ്തു? ചരിത്രത്തെ നെടുക പിളർത്തിയ ആളല്ലേ? അല്ല. ചരിത്രത്തിൽ നിന്നൊരു കൊടും ചതിയായിരുന്നു AD വർഷം യേശുവിന്റെ പേരിൽ എഴുതി ചേർത്തത്. യേശു അന്നാ ജനിച്ചത്. മുഴുവൻ ക്രൈസ്തവ പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണങ്ങൾ BC 4-ൽ, BC 6-ൽ, BC 27-ൽ, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, യേശു ജനിക്കുന്നതിന് 27 വർഷം മുമ്പ് യേശു ജനിച്ചു. ഇതാർക്കാ ബുദ്ധിക്ക് ഉൾക്കൊള്ളുക? പിന്നെ ആരായി ചരിത്രം? AC എന്നും BC എന്നും AD എന്നും ചരിത്രത്തെ പിളർത്തിയത് യേശുക്രിസ്തു ആണ് എന്ന് പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, ചരിത്രത്തെ നെടുക പിളർത്തി വെച്ച ആ ഒരു കൊടും ചതിയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ പേറുന്നത്? അല്ലെങ്കിൽ യേശു ജനിച്ചതിന്റെ 27 വർഷം മുമ്പ് യേശു ജനിച്ചു എന്ന് ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അടക്കമുള്ള ലോകപ്രശസ്തമായ ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെയും ഇപ്പൊ തസ്ഹീഹ് ചെയ്ത് അവസാനം എത്തി നിൽക്കുന്ന പോയിന്റ് BC 6-ൽ ജനിച്ചു എന്നാണ്. AD 1-ൽ ജനിച്ചു എന്ന് പറയുന്ന ഒരു റിവായത്ത്, ഒരു റിപ്പോർട്ട് ഇതുവരെ ഇല്ല. പിന്നെ ആരപ്പി ചരിത്രം ഉണ്ടാക്കിയത്? ആരാ ചരിത്രത്തെ നെടുക പിളർത്തിയത്? അത് ലോക ചരിത്രത്തിൽ AD കലണ്ടർ എന്ന് നിലവിൽ വന്നു എന്നതിനെക്കുറിച്ച് ഗഹനമായ ഒരു അന്വേഷണം ആവശ്യമാണ്. വളരെ വ്യക്തമായി റിസാല വാരികയിൽ ഒരു പ്രബോധനം ഒരു ലേഖനം വിനീതനായി ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റത്തുർ റസൂൽ സംഭവിക്കുകയും അതിനെ ആധാരമാക്കി മുസ്ലിമീങ്ങൾക്ക് കൃത്യമായ ഒരു കലണ്ടർ രൂപപ്പെടുകയും ചെയ്തപ്പോ ലോക ചരിത്രത്തെ അടയാളപ്പെടുത്താനുള്ള കലണ്ടർ മുസ്ലിമീങ്ങളുടെ കലണ്ടർ ആയിരിക്കുമെന്ന സ്ഥിതിയും വന്നപ്പോൾ, എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാം ലോകത്ത് വളരെ വേഗത്തിൽ വ്യാപനം തേടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെ അതേ നാണയത്തിൽ ചെറുക്കാൻ എന്തു ചെയ്യണം എന്ന ചിന്തയുടെ ഫലമായി റോമൻ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി ഏതാണ്ട് ഇത്ര സമയത്തായിരിക്കാം അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവുക എന്ന് കണക്ക് കൂട്ടിയാണ് AD കലണ്ടർ രൂപീകരിച്ചത്. പക്ഷേ പിന്നീടുള്ള ചരിത്ര ഗവേഷണങ്ങൾ അത് അദ്ദേഹം ആരുടെ കാലഘട്ടത്താണ്, അഗസ്തസ് കൈസരിയുടെ കാലത്താണ് എന്ന് ലൂക്കോസ് സുവിശേഷം പറയുന്നത് പോലെയാണോ? അതല്ല, മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതുപോലെ അദ്ദേഹം ഒരു രാജാവിന്റെ പേര് ഹെരോദ രാജാവ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണോ? ഇങ്ങനെ തുടങ്ങിയുള്ള പഠനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോ AD 1-ൽ യേശു ജനിച്ചില്ല. ആ കണക്ക് കൂട്ടി ആൾക്ക് പിഴച്ചു എന്ന് ചരിത്രത്തിന് ബോധ്യപ്പെട്ടു. അത് 27 വർഷമാണോ 6 വർഷമാണോ 5 വർഷമാണോ എത്രയാണ് പിഴവ് എന്നതിൽ മാത്രമാണ് ഇപ്പോൾ തർക്കം. അപ്പോ യേശുക്രിസ്തു ചരിത്രത്തെ നെടുക പിളർത്തിയിട്ടില്ല. യേശുക്രിസ്തുവിനെയും പിന്നീട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തെ നെടുക പിളർത്തിയത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ചരിത്രത്തിന്റെ ഒരു കൊടും ചതി നടത്തി എന്ന് മാത്രമാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. യഥാർത്ഥത്തിലുള്ള ദൈവം ഏതാണ് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിവിടെ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോ ഈ റസൂലിന്റെ വരവിനെ കുറിച്ച് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളില് ഏതാനും വേദഗ്രന്ഥങ്ങളില് റസൂലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടാവും. അതിൽ ഭവിഷ്യ പുരാണം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തില് റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. അത് എന്താണ് ആ പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം ഒന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവ്വവേദങ്ങളിൽ ഏറെ പരാമർശിക്കപ്പെട്ടൊരു മഹാനായിരുന്നു എന്നത് ചരിത്രമാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ വ്യാസമഹർഷിയുടെ ഭവിഷ്യത് പുരാണത്തിലും അതേപ്രകാരം അഥർവവേദത്തിലെ കുന്തഭ സൂക്തത്തിലുമൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ കാണാം. പലവിധ തിരുത്തലുകൾ വന്നിട്ടും
ബൈബിളിലെ യോഹന്നാന്റെ 1-ാം അധ്യായത്തിലും യോഹന്നാന്റെ തന്നെ 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 18-ലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള സൂചനകളുണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യം ഏതസ്മിന്നന്തരംളേച്ച ആചാരാണ സമന്വിത എന്ന ആ ഒരു ശ്ലോകം ചൊല്ലിക്കൊടുക്കാനാണ്. ഏകദേശം ഈ സദസ്സിൽ എല്ലാവർക്കും അത് അറിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇവിടെ ഇസ്ലാമിന്റെ ദൈവദർശനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രീതിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇസ്ലാമിൽ പ്രത്യേകിച്ചും ബലിപെരുന്നാൾ ദിനത്തിൽ മൃഗബലി അറുത്തുകൊണ്ട് ദൈവപ്രീതി നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള മിണ്ടാപ്രാണികളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു ദൈവപ്രീതി ഇസ്ലാമിന്റെ ദൈവദർശനത്തിന് എതിരാവുന്നില്ല എന്നതാണ് എന്റെ ചോദ്യം. ചോദ്യകർത്താവിന്റെ ഊന്നലനുസരിച്ച് മിണ്ടാപ്രാണികളെല്ലാം അറക്കേണ്ടത് മിണ്ടുന്ന പ്രാണികളെയാണോ എന്നാണ് സംശയം. അത് ശരിക്ക് നാസ്തികർ മറുപടി പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും മതവിശ്വാസത്തിന്റെ ഓരോ ലൂപ്പ് ഹോൾ എടുത്ത് അതിനെ ആക്രമിക്കുന്നവർ അതിന് മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ഭൗതികമായ ജീവിത വ്യവസ്ഥയിൽ തന്നെ നമുക്ക് കൃത്യമായി മറുപടി കണ്ടെത്തുവാനോ സംതൃപ്തമായ ഒരു ഉപസംഹാരത്തിൽ എത്തുവാനോ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരുപാട് ജീവികളെ, പക്ഷികളൊക്കെ അറുത്തു ഭക്ഷിക്കും. അതിനെ ലോകത്തുള്ള നാസ്തികരാരും ഒരു തെറ്റായി, ഒരു ജീവഹത്യയായി, ഒരു ക്രൂരതയായി കാണുന്നില്ല. ചോദ്യകർത്താവിന്റെ ഊന്നൽ ബലിപെരുന്നാളിനെ അറക്കുന്നതാണ്. ബലിപെരുന്നാൾ വരാനാവുന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ മതവിശ്വാസികളും നിർമ്മതവാദികളും ഒക്കെ നടത്തുന്ന നിരവധി ഹോട്ടലുകളിലും മറ്റുമായി പ്രതിദിനം ലക്ഷക്കണക്കിന് മൃഗങ്ങൾ അറുക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ ന്യായമെന്ത് എന്ന് വസ്തുനിഷ്ഠമായി ഒരു മാനവികതയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, ഒരു ജൈവികതയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരൊറ്റ മതനിഷേധിക്കും അതിന് മറുപടിയില്ല. അതേസമയം അതിന് ആധ്യാത്മികമായ അല്ലെങ്കിൽ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭൗതിക ബാഹ്യമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമുക്കത് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് സമാധാനിക്കാൻ മതവിശ്വാസിക്ക് കഴിയും. പിന്നെ ബലിപെരുന്നാളിന്റെ അന്ന് അറുത്തുകൊണ്ട് ക്രൂരത നടത്തുന്നില്ലേ എന്നാണ് ചോദ്യം. ഇസ്ലാം മനുഷ്യന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥം എന്ന നിലക്ക് മാംസത്തെ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ മറ്റു ജീവികളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ചിലത് മാംസബുക്കുകളാണ്, മറ്റു ചിലത് സസ്യബുക്കുകളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് മിശ്രബുക്ക് എന്നാണ്. മിശ്രബുക്കാവുമ്പോൾ ചില ജീവികൾ മാംസം ഭക്ഷിച്ചാൽ ഉടൻ അവർ ചത്തുപോകും, അവർക്കത് ദഹിക്കില്ല. എന്നതുപോലെ ചില ജീവികൾ എന്ത് ചാവാനെടുത്താലും അത് പുല്ല് തിന്നില്ല, കാരണം അത് ദഹിക്കുവാനുള്ള ആന്തരിക ദഹന സംവിധാനമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ പ്രകൃതിപരമായി നോക്കിയാൽ, അവന്റെ പല്ലുകൾ നോക്കിയാൽ, അവന്റെ ആന്തരാവയവങ്ങളുടെ ഘടന പരിശോധിച്ചാൽ ഒരേ സമയം മാംസാഹാരവും സസ്യാഹാരവും ഉൾക്കൊള്ളുവാനും അതുകൊണ്ട് ശരീരത്തിന് പോഷണം നൽകുവാനും സാധിക്കുന്ന രൂപത്തിലാണ്. മതം ഒരിക്കലും നിങ്ങൾ മാംസാഹാരം കഴിച്ചുകൊള്ളണം, നിങ്ങൾ ജീവികളെ അറുത്തുകൊള്ളണം എന്ന് പറയുന്നില്ല. ഒരു മനുഷ്യന്, ഒരു മതവിശ്വാസിക്ക്, ഒരു ദൈവവിശ്വാസിക്ക് സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, മാംസം കഴിക്കണമെന്ന നിർദ്ദേശമില്ല. അതേസമയം മാംസഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും മതവിശ്വാസികൾ പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഇസ്ലാം മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണം, മാംസ്യം, കാൽസ്യം തുടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ പാവങ്ങൾക്കും എല്ലാവർക്കും എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു അന്ന വിതരണ പരിപാടിയാണ് ബലിപെരുന്നാളിലെ ബലിയുടെ ഒരു ദർശനം. അല്ലാതെ ഇതിന് ഒരുപാട് ആത്മീയ തലങ്ങളുണ്ട്. അതിന്റെ പേരിൽ മാത്രം ഇസ്ലാമിനെ ക്രൂരതയുടെ ഒരു മതമായി കാണുന്നുവെങ്കിൽ ചെറിയ പെരുന്നാളിന് കൂടി നിങ്ങൾ നോക്കണം. അന്ന് നമ്മളെല്ലാ വീടുകളിലും അരി എത്തിക്കുന്നുണ്ട്. പിന്നെ കുറച്ചു കഴിഞ്ഞ് റബീഉൽ അവ്വൽ വന്നാൽ ചോറ് വെച്ചുകൊണ്ട് എല്ലാ വീടുകളിലും എത്തിക്കുന്നുണ്ട്. അങ്ങനെ അന്നദാനങ്ങളുടെയും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഒരു കേദാരമായി, ഒരു മാനവിക മതമായി ഇസ്ലാമിനെ കാണാൻ പറ്റും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമയം അതിക്രമിച്ചതുകൊണ്ട് പ്രസക്തമായ ഒരു ചോദ്യത്തിന് കൂടി അവസരം നൽകുകയാണ്. ശേഷം നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് പ്രസക്തമായ ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ചോദ്യകർത്താവ് തന്നെ ഒന്ന്
വിശദമായി പരിചയപ്പെടുത്തണം, നമുക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ പറയുന്ന ഈ ദൈവദർശനത്തിലൂടെ ദൈവത്തെ കാണാൻ അല്പം പ്രയാസമുള്ളതുപോലെ തോന്നുന്നു. കാരണം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ മക്കള് കാലാകാലം വിഷമം നരകയാതന അനുഭവിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ശരി, എത്ര നമ്മൾ അനുസരിക്കാത്ത ഏത് തെറ്റ് ചെയ്താലും കാലാകാലത്തോളം വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവരെ ഒരു അല്പ ദിവസത്തേക്കോ സമയത്തേക്കോ എന്തെങ്കിലും ഒരു ശിക്ഷണം കൊടുത്തിട്ട് അവരെ തിരിച്ച് രക്ഷപ്പെടുത്താനേ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ പറയുന്ന ഈ ദൈവം പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോ ചോദ്യകർത്താവിന്റെ താല്പര്യമനുസരിച്ച് നമ്മൾ ഒരു തിന്മ ചെയ്ത അല്ലെങ്കിൽ ഒരു ദ്രോഹം ചെയ്തതിന്റെ സമയദൈർഘ്യത്തിനനുസരിച്ച് ശിക്ഷ കൊടുക്കാൻ എന്ന ഒരു അർത്ഥം അതിന് തോന്നുന്നുണ്ട്. അപ്പോ ഒരാൾ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുടെ വീട് അടിച്ചു പൊളിച്ച് അവനെ മർദ്ദിച്ച് ആ വീടൊക്കെ തകർത്തു കഴിഞ്ഞാൽ അവനിക്ക് കൊടുക്കേണ്ടുന്ന ഒരു ശിക്ഷ പോലെയല്ല ഒരു പൈലറ്റ് ഒരു ഫ്ലൈറ്റിൽ വന്ന് ഹിരോഷിമ പോലെയുള്ള വലിയ ഒരു നഗരത്തിന് ഒരു സെക്കൻഡ് കൊണ്ട് ബോംബിട്ട് 10,000-കണക്കിന് ആളുകളെ കൊന്ന് അവരുടെ തലമുറകളെയും പിന്നീട് വരുന്ന പാരമ്പര്യ സമൂഹങ്ങളും എല്ലാം നശിപ്പിച്ചാലും ഈ 6 മാസം കൊണ്ട് ഒരു വീട് പൊളിച്ചവനാണ് കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടത് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ഒരു തിന്മ ചെയ്യാനെടുത്ത സമയം, ഒരു ക്രൂരകൃത്യം ചെയ്യാനെടുത്ത സമയത്തെ ആസ്പദിച്ചല്ല ശിക്ഷ കൊടുക്കേണ്ടത്. മറിച്ച് അയാൾ ചെയ്ത ക്രൂരതയുടെ തീവ്രത, അതിന്റെ ക്രൂരത എല്ലാം പരിണിച്ചുകൊണ്ടാണ്. അള്ളാഹു നടപ്പിലാക്കുന്ന ശിക്ഷാവ്യവസ്ഥയിൽ മനുഷ്യന്മാർ എല്ലാ കാലത്തും ശിക്ഷ വഹിക്കുന്നവരല്ല. ശിക്ഷ പല രൂപത്തിലുള്ളവരുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നരകശിക്ഷ അനുഭവിച്ച് പുറത്തു പോകുന്നവരുണ്ട്. ഓരോരുത്തരും അവരവർ ചെയ്തിട്ടുള്ള ക്രൂരതകളുടെ അല്ലെങ്കിൽ തിന്മകളുടെ തോതനുസരിച്ച് മാത്രമേ അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവുകയുള്ളൂ. ആരെയും അനീതിയായി ആക്രമിക്കുന്നവനല്ല അള്ളാഹു. മാത്രവുമല്ല, ശിക്ഷ ചെയ്യുന്നവരെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വലിയ നരകം കുഴിച്ച് എങ്ങനെയെങ്കിലും ഇതിനെ കുറെ ഇരകളെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ഒരു വലിയ ഭദ്രകാളിയൊന്നുമല്ല അള്ളാഹു. മനുഷ്യന് തെറ്റ് ചെയ്തു പോകുന്നവനാണ്. അത് മാനുഷികമായ അവന്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു കൊടുക്കുവാനുള്ള ഒരുപാട് സംഹിതകളും ഒരുപാട് വകുപ്പുകളും ഇസ്ലാമിലുണ്ട്. ഒരിക്കലും പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഓർമ്മിക്കാനുള്ള ഒരു കാര്യം, ഇസ്ലാം ഒരു മനുഷ്യൻ ചെയ്തു പോയ തെറ്റിന് മാത്രമേ ശിക്ഷിക്കുമെങ്കിൽ ശിക്ഷിക്കുകയുള്ളൂ. അക്രമം നടത്തി തിന്മ ചെയ്ത ഒരാളെ ശിക്ഷിക്കണം എന്ന യാതൊരു നിർബന്ധവും അള്ളാഹുവിനില്ല. അതേസമയം ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത ഏതോ ഒരാൾ പണ്ട് ചെയ്തു എന്ന് പറയുന്ന ആദിമഭാവത്തിന്റെ പേരിൽ ഇസ്ലാം ശിക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പു തരുന്നു. ചോദ്യകർത്താവ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു ക്രൈസ്തവ പ്രവർത്തകനും പ്രബോധകനുമായിരുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അദ്ദേഹം പറയും അതിന്റെ ആധികാരികതയൊക്കെ, ഇസ്ലാമിലേക്ക് കടന്നു വരികയും കുറെ കാലം മുജാഹിദ് പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ച് അയാള് ഏകദേശം പണ്ടൊക്കെ ഉള്ള പോലെ തന്നെ പ്രത്യേകിച്ചൊരു അനുഭൂതിയോ അല്ലെങ്കിൽ ഒരു ആത്മീയ സംഗതിയോ ഒന്നും കാണാതെ സുന്നി ആദർശത്തെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഇപ്പോ അതനുസരിച്ച് ജീവിക്കാൻ കഠിനമായി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിത്യമായി വസിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രയോഗം അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയതുപോലെ തോന്നുന്നു. യുക്തിവാദികളല്ല, ശരിക്കും എല്ലാ മതക്കാരുമാണ് ഇതിൽ പ്രതികളാവുന്നത്. ഇവിടെ പറഞ്ഞ ദൈവം അനുസരിച്ച് എന്നുള്ള ഒരു പ്രയോഗം വരുമ്പോ അത് ഇസ്ലാമിനെ ഉന്നം ചെയ്യുന്നത് പോലെ തോന്നുന്നു. ചില പ്രത്യേക ശിക്ഷകൾക്ക് ശ്രീമദ് ഭഗവതിയുടെ ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദനാം നരകെ നിയതേ വാസോ ഭവതീത്തിന് ശുശ്രൂമ എന്നൊരു പ്രയോഗം. നിത്യമായി നരകത്തിൽ വസിക്കേണ്ടി വരും. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 27-28 കണ്ണ് ചുവന്നു കളയാനും നരകത്ത് പോകുന്നതിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. നേരത്തെ സുഹൃത്ത് ഫൈസൽ അഹ്സനി അവർ സൂചിപ്പിച്ചതുപോലെ എല്ലാ തെറ്റിനുമല്ല ഇതൊക്കെ. അങ്ങനെയാണെന്ന് വന്നാൽ നമ്മളല്ല, നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മറ്റുള്ള മതത്തിലൊക്കെയാണ് അത് കൂടുതൽ ഭീഷണിയാവുക.
ഞാൻ എഴുന്നേറ്റ് നിന്നത് സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മൈക്ക് കൊടുക്കാനാണ്. അദ്ദേഹം തന്നെ അത് പറയും. ചെറിയ വാക്കുകളിൽ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ മുമ്പിലിരുന്ന് ഇങ്ങനെ ചിലർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇതിനൊക്കെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ ഏകദേശം എനിക്ക് അറിയുന്നത് തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ ചോദിക്കാൻ കാരണം, എന്റെ പേര് യൂസഫ്, ഞാൻ പത്തപ്പിരത്താണ് താമസിക്കുന്നത്. എന്റെ സുഹൃത്ത് മജീദ്, പിന്നെ കരീം, മുജീബ് റഹ്മാൻ, ഞങ്ങളൊക്കെ ഇസ്ലാം മത പ്രബോധന രംഗത്തൊക്കെ അല്പം പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളെ ഈ പ്രവർത്തനത്തിനിടയിലുണ്ടായ അനുഭവങ്ങളും മറ്റാളുകളിൽ നിന്നുണ്ടായ ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ പൊതുവായിട്ട് എല്ലാവർക്കും സംശയ നിവാരണത്തിനൊക്കെ ആയിട്ട് ഇവിടെ ഞാൻ ചോദിക്കേണ്ടായത്. പിന്നെ എന്നെ ലഘുവായിട്ടൊന്ന് പരിചയപ്പെടുത്താം. മഞ്ചേരി ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഒരുവിധം എന്നെ അറിയുന്നതാണ്. ഞാനും എൻ്റെ മാതാപിതാക്കളും 2 സഹോദരിമാരും 4 ഭർത്താക്കന്മാരും ഒക്കെ ക്രിസ്ത്യാനികളായിരുന്നു. ഇസ്ലാം മതത്തിലേക്ക് വന്നവരാണ്. ക്രൈസ്തവ സഭയിൽ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദൈവത്തിലായിക്കൂടെ? എന്തിന് കെട്ടിച്ചമച്ചാക്കിയ ഒരു ദൈവസങ്കല്പത്തിൽ വിശ്വസിച്ചുകൊണ്ട് വെറുതെ കാലം കഴിക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ വീട്ടിൽ വെച്ച് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഓരോരുത്തരൊക്കെ ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് 6 മാസത്തിന്റെ എല്ലാം വ്യത്യാസത്തിൽ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇസ്ലാം മതത്തിലേക്ക് വന്നതാണ്. ആരെയും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിട്ടോ ഒന്നും അല്ല. ഓരോരുത്തരും ഇഷ്ടപ്രകാരം തന്നെ ഇസ്ലാമിലേക്ക് വന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. പിന്നെ വന്നപ്പോൾ തന്നെ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല, ഇസ്ലാം മതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നി. അതായത് തൗഹീദാണ് ഉസ്താദ് പറഞ്ഞതുപോലെ സെമിറ്റിക് മതങ്ങളിലെല്ലാം വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൗഹീദ്. ആ തൗഹീദ് എന്ന വിഷയത്തിൽ ഇന്നത്തെ ഇസ്ലാമിലുള്ള ഓരോ സംഘടനകളും വ്യത്യസ്തമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൗഹീദ് എന്ന വാക്കിന്റെ അർത്ഥം ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ്. എന്താണ് ദൈവം എന്നുള്ള ഭാഗത്തേക്ക് വന്നപ്പോൾ സുന്നിയിലും മുജാഹിദിലും ജമാഅത്ത് ഇസ്ലാമിലും എല്ലാം പരസ്പര വ്യത്യാസങ്ങളായിട്ട് ചില സംഗതികളോടുകൂടി കണ്ടു. അവസാനം എനിക്ക് ഏറ്റവും ശരിയായ റൂട്ട് ഏതാണെന്ന് ഞാൻ കണ്ടെത്തി. അതിലൂടേക്ക് ഞാൻ വന്നു. എത്രമാത്രം. പിന്നെ സമയം കുറെ ദൈർഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും എവിടെയെങ്കിലും വേദിയിൽ വെച്ച് നമ്മളെല്ലാവരും ഇതേപോലെ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എന്നെ പരിചയപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, ഇവിടെ വന്ന പലർക്കും ഈ വിഷയം വളരെ താല്പര്യപ്പെട്ടിട്ടുണ്ടായെന്ന് അറിയാം. എന്നിരുന്നാലും എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളത്, ഇവിടെ ഈ മുജാഹിദ് വഹാബിസം 2 ഗ്രൂപ്പായിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാനപരമായ എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ എന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ആളുകൾക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു. അതിന്റെ ഈ ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു എന്ന ചോദ്യം. ഇനി ആർക്കും ചോദിക്കാനുള്ള സമയമില്ല. ഇത് സുന്നികൾക്കിടയിലുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വേദിയല്ല. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 13-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് മഞ്ചേരി മേലാക്കം ജസീല ജംഗ്ഷനിൽ ബഹുമാനപ്പെട്ട അലവി സഖാഫി കൊളത്തൂരും നൗഷാദ് ഹസനും ദുഃഖങ്ങളും പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അവിടേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി അവാർഡ് വിതരണമാണ് നടക്കാനുള്ളത്. ഒന്നാം സ്ഥാനം ലഭിച്ച
പ്രവാചകത്വ പരിസമാപ്തി എന്ന വിഷയം അവതരിപ്പിച്ച ദാറുൽ മാരിഫ് കോടമ്പുഴയിലെ വിദ്യാർത്ഥികളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അവർക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും ബഹുമാനപ്പെട്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, നല്ല ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് നമ്മളിപ്പോ കേട്ടത്. അത് നമുക്ക് എത്തിച്ചെന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ഇപ്പോ യൂസുഫ് കല്ലുവെട്ടുപാറക്കും അതുപോലെ മുജീബ് പത്രിയാൽ, അവർക്കൊക്കെ അള്ളാഹു തആല അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കുമാറാകട്ടെ. നല്ല ഒരു വ്യത്യസ്തമായ പരിപാടി. കാരണം ക്രിസ്ത്യൻ പാതിരിമാർ വീടാന്തരം നടന്ന് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയും താൽക്കാലിക സഹായങ്ങളും മറ്റും കൊടുത്ത് ഇസ്ലാം മതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഗൂഢശ്രമം നടത്തുന്ന പാതിരിമാർക്കെതിരെ ശക്തമായ താക്കീതായിരുന്നു സത്യത്തിൽ ഇപ്പോ നടന്ന പരിപാടി. പച്ചക്കളവ് പറഞ്ഞ് പരിശുദ്ധ ഖുർആനെ വളച്ചൊടിച്ച് നടക്കുന്ന, മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുന്ന ചില ഫാദർമാർ പരിശുദ്ധ ഇസ്ലാമിനെ വളച്ചൊടിച്ച് ശ്രമം നടത്തുമ്പോ ഒന്നും തിരിയാത്ത ദാരിമി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില സോളമന്മാരുടെ കുൽസിത വലയത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തിൽ തെറ്റിദ്ധരിച്ചവരെ രക്ഷപ്പെടുത്താൻ ഇതുപോലുള്ള പരിപാടികൾ വളരെയധികം സ്തുത്യർഹമാണ്. നമ്മുടെ പണ്ഡിതന്മാരെ പവറ് ഓരോ രംഗത്ത് ഇറങ്ങുമ്പോഴും മികച്ചു നിൽക്കുകയാണ്. കാരണം ഞാൻ അത്ഭുതപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഫൈസല ഹസനിയുടെ അതുപോലെ മറ്റു ഉസ്താദുമാരുടെ ഒക്കെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ ഇവർക്ക് അള്ളാഹു തആല നമ്മുടെ സുന്നി പണ്ഡിതന്മാരുടെ കഴിവ്